2026 ഏപ്രിൽ ജൂൺ കാലയളവിൽ സങ്കീർണമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ആഗോളതലത്തിൽ പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന കെൽവിൻ വേവ് പ്രതിഭാസം വഴി ഈ വർഷം അവസാനം ഒരു സൂപ്പർ എൽനിനോ ഉണ്ടായേക്കാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഈ കാലാവസ്ഥാ മാറ്റം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതാണ് ആശങ്ക ഇരട്ടിയാക്കുന്നത്. ലോകത്തെ കാലാവസ്ഥകളിൽ വളരെ വ്യത്യാസം വരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്തും സംഭവിക്കാം. മഴ കുറയും, കൊടും വരൾച്ചയ്ക്കുള്ള സൂചനകൾ. കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് സൂപ്പർ എൽനിനോ അവസ്ഥകൾ കഠിനമാകുമെന്നാണ്. ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ സൂപ്പർ എൽനിനോ അവസ്ഥകൾ വീണ്ടും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ 2026 നിർണായകമാണ്. കാരണം 2026 രണ്ടാം പകുതിയിൽ സൂപ്പർ എൽനിനോ ആരംഭിച്ച വടക്കൻ ആഗോളത്തിലെ ശൈത്യകാലത്ത് അതിന്റെ ഉച്ചസ്ഥായിലെത്തുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത് 2026-27 സീസൺ വരെ നീണ്ടുനിൽക്കാനും സാധ്യതയുണ്ട്. ഇത്തവണ 2026 രണ്ടാം പകുതിയിൽ ഈ പ്രതിഭാസം ശക്തിപ്പെടുകയും ചെയ്യുമത്രേ. കൂടാതെ കാലാവസ്ഥയിൽ ഇടയ്ക്കിടെ തീവ്രവുമായ ഉഷ്ണതരംഗങ്ങൾ, വരൾച്ച, കാട്ടുതീ, തീവ്രമായ ഗ്രഹപ്രാദേശിക താപനത്തിന്റെ മറ്റ് അനുബന്ധ ആഘാതങ്ങൾ എന്നിവയുടെ കൂടുതൽ അപകട സാധ്യതയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന അതിശക്തമായ സൂപ്പർ എൽനിനോ പ്രതിഭാസം ഇന്ത്യയുടെ കാലവർഷത്തെയടക്കം സാരമായി ബാധിക്കുമെന്നും കാലാവസ്ഥാ ഏജൻസിയുടെ സൂചനകളിൽ നിന്നും വ്യക്തമാക്കുന്നു. ഇത് പുതിയ ആശങ്കകൾക്ക് ഇടയാക്കുകയാണ്. രാജ്യാന്തര കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികളും ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് അടക്കമുള്ള ഏജൻസികളും അസാധാരണ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത്. സാധാരണ എൽനിനോ പ്രതിഭാസത്തേക്കാൾ ആഘാതം കൂടിയ ഒന്നാണ് സൂപ്പർ എൽനിനോ. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഇതിനെ സൂപ്പർ എൽനിനോ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇതൊരു ദശകത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസം കൂടിയാണ്. അതായത് 2015-16 കാലഘട്ടത്തിലുണ്ടായ റെക്കോർഡ് ഭേദിച്ച എൽനിനോയേക്കാൾ കരുത്തനായിരിക്കും 2026 എന്നതാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ തെക്കുപടിഞ്ഞാറൻ മൺസൂണിനെ ഇത് നേരിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. 2026 ഇന്ത്യയിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ 94% മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളെന്നും പറയുന്നു. കൂടാതെ ബിലോ നോർമൽ മൺസൂണായിരിക്കും ഇത്തവണ ലഭിക്കുക. മൺസൂണിന്റെ ആദ്യ പകുതിയെ അപേക്ഷിച്ച് സൂപ്പർ എൽനിനോ ശക്തി പ്രാപിക്കുന്ന ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും മഴയിൽ വലിയ കുറവ് രേഖപ്പെടുത്തുക. ഇത് കൃഷിരീതികളെയും വലിയ തരത്തിൽ ബാധിക്കും. ഇന്ത്യയെ മാത്രമല്ല, കാനഡ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലും ഈ കാലാവസ്ഥാ മാറ്റം അനുഭവപ്പെടും. ഓസ്ട്രേലിയയിലും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും കടുത്ത വരൾച്ചയ്ക്കും സാധ്യതയുണ്ട്. നിലവിലെ കാലാവസ്ഥയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വേനൽമഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഏപ്രിൽ മാസത്തെ കഠിനമായ ചൂടിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നൽകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഭാവിയിൽ കേരളത്തിലെ കാലവർഷത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. വരും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും പകൽ ചൂട് കടുപ്പമേറിയതായി തുടരും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.